ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാഇളവിനുള്ള നീക്കം വിവാദമായതോടെ നടപടിയുമായി സർക്കാർ. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിഷയം ഇന്ന് സഭയിൽ സബ്മിഷനായി പ്രതിപക്ഷം കൊണ്ടുവരുന്നതിന് തൊട്ടു മുന്നോടിയായിരുന്നു ഈ നടപടി. സർക്കാർ കേസിൽ നിന്ന് തടിയൂരുവാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ്. അത്തരത്തിലാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് സർക്കാരിന് വേണ്ടി എം.പി. രാജേഷ് ഇന്ന് സഭയിൽ സ്വീകരിച്ചത്. എന്തായാലും ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ തുടങ്ങിയതാണ് ഈ കേസ്. CPM-നെ വിടാതെ പിന്തുടരുകയാണ് പലതരത്തിൽ. CPM ഈ വധക്കേസിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പലതരത്തിൽ ഇത്തരം ബന്ധങ്ങൾ പുറത്തു വരികയും അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള ഇളവുകളും അല്ലെങ്കിൽ പ്രതികളെ സഹായിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വരികയും CPM-നെ ഇത് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസ് CPM-നെ ഇങ്ങനെ നിരന്തരം പിന്തുടരുകയാണോ? ഗവൺമെന്റ് പൂർണ്ണമായും ഇതിൽ അവരുടെ നിലപാട് സുതാര്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. അന്വേഷണം നടക്കട്ടെ, ഗവൺമെന്റ് അതിന്റെ സത്വര നടപടികൾ ഇനിയും പ്രതിപക്ഷത്തിന് വിശ്വാസം വരുന്ന രീതിയിൽ മറ്റു കാര്യങ്ങൾ ഇനിയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് നടക്കട്ടെ. വരും ദിവസങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശരി, മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം പല ഘട്ടങ്ങളിലും പല വാർത്തകളിലൂടെ പല വിവാദങ്ങളിലൂടെയൊക്കെ അതിങ്ങനെ CPM-നെ ഇപ്പോൾ വർഷം എത്രയോ 10-13 വർഷമായി ഇപ്പോഴും CPM-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. സാറ് പറഞ്ഞു 13 കൊല്ലങ്ങളായി ഈ വേട്ടയാടൽ തുടങ്ങിയിട്ട് 8 കൊല്ലം ഇപ്പൊ ഭരണത്തിലിരുന്നു. 5, 3, 8 കൊല്ലം. ഇനി 2 കൊല്ലം കൂടി തേക്കാനുണ്ട്. അപ്പൊ ആ 2 കൊല്ലം കൂടി തേച്ചിട്ട് ഇനിയും ഭരണം കിട്ടുകയാണെങ്കിൽ അന്നും ഇവര് കൂടെ ഉണ്ടാവും. ഇവര് വേണ്ടാത്ത പണി എങ്ങനെയാണോ ചെയ്യേണ്ടത് വെച്ചാൽ അത് പ്രകാരം ചെയ്തുകൊണ്ട് കിടക്കാണ് ഇവര്. ആ 3 ആളെ സസ്പെൻഡ് ചെയ്ത് അവർ കൊടുത്ത റെക്കോർഡിൽ ഇവരെ പേരുണ്ട് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ചാനലിലൂടെ കണ്ടതാണ്. അപ്പൊ അത് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെ അതിൽ നിന്ന് ഒഴിവാക്കി സസ്പെൻഡ് ചെയ്തു ഉടനെ പിന്നെ ഇവരതിന്റെ പ്രമേയം അത് പാസ്സാക്കാൻ നിൽക്കുന്നതിന്റെ ഇടയെന്നുള്ള ഒരു വീരം പറഞ്ഞു. അത് അവരെ കണ്ട് ഒളിച്ചോടൊന്നല്ല, അതായത് നിയമാനുസൃതമായിട്ടുള്ള പരിപാടി ചെയ്തതാ, അല്ലാതെ ഓലെ പേടിച്ചിട്ട് അതിന്റെ നാർത്തകാലത്തെ മുഹമ്മദ്, അങ്ങനെ പൂർണ്ണമായും നിയമാനുസൃതമായിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ ഏതോ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമല്ലേ? അവര് ഒന്നാഴ്ചത്തെ കടലാസ് കൊടുത്തതാണ്. ആ കടലാസ് ആരാ കൊടുത്തതെന്നുള്ളത് അറിയില്ലോ. ഇത് ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീദാസനാണ്. ശ്രീദാസൻ, കണ്ണൂരിൽ നിന്ന് ആകുമ്പോൾ താങ്കൾ കൂടുതൽ ഇത്തരം വിഷയത്തിലൊക്കെ കൂടുതൽ ധാരണ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോഴും ഈ വിഷയം ഇങ്ങനെ CPM-ന് പിന്നാലെ തന്നെ നിൽക്കുകയാണോ? അല്ല, ഇത് ഒന്നാമത് ഈ പ്രതികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എങ്ങനെ നമ്മളെ പാർട്ടി ഭരിക്കുന്നത്, അപ്പോൾ നമുക്ക് പരോൾ അനുവദിക്കണം, അല്ല എങ്കിൽ നമ്മൾ പലതും തുറന്നു പറയും, അപ്പോൾ നമ്മളവിടെ നിങ്ങളും വേണ്ടി വരും. അപ്പൊ ഇത് തന്നെ കാര്യം വേറൊന്നല്ല. പിന്നെ ഇനി ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇവരൊക്കെ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടും ജയിലിൽ വെച്ചിട്ട്. ഈ ഫുഡ് പോയിസണൊക്കെ നമ്മുടെ കുഞ്ഞന്തം മരിച്ച പോലെ ഇവരൊക്കെ കൊല്ലപ്പെടും ഓരോരുത്തർ. ഇപ്പൊ ഈയിടെ തന്നെ പറയുന്നത് കേട്ടു, ആ കൊടി സുനീന ഏതാണ്ട് 2 ദിവസം മൂത്രമൊഴിക്കാൻ പറ്റിയില്ല, അടിച്ച് പരുവത്താക്കി പറഞ്ഞു കേട്ടു. അപ്പൊ ഇതിങ്ങനെ വന്നുകൊടുക്കും. ഞാൻ ഈ അനക്ക് പറയാനുള്ളത്, നിങ്ങളിനി ഒറ്റ കാര്യം ചെയ്യാനല്ലോ. കാര്യം നമ്മളെ ഹിന്ദുക്കളെ ആചാരപ്രകാരം ഈ തിരുനെല്ലിയിൽ കൊണ്ടാക്കും ആത്മാവിനെ, മരിച്ച ആൾക്കാരെ. ഇപ്പൊ നിങ്ങൾ ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് ഒരു കർമ്മം ചെയ്യാം, ചന്ദ്രശേഖരന്റെ ആത്മാവിനെ നിങ്ങൾ തിരുനെല്ലി ഒന്ന് കൊണ്ടാക്കുക, എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പിന്തുടർന്നുണ്ട്. താങ്കളുടെ അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ളയാണ്. ശ്രീ രവീന്ദ്രൻ പിള്ള, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ടി.കെ. രവിചന്ദ്രൻ പിള്ളയാണ്, അഞ്ചാലുമൂട്. ഓക്കെ, ടി.കെ. രവിചന്ദ്രൻ പിള്ള, ശ്രീ താങ്കൾക്ക് അഭിപ്രായം പറയാം. ഇത് സാറേ, നമസ്കാരം. ഈ നിയമസഭാ സമ്മേളനം കൂടിയപ്പോൾ കെ രമ എന്ന് പറഞ്ഞ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ ഇപ്പം വടകര MLA ആണ്. അവര് ഈ പരോൾ അനുവദിച്ച പ്രതികൾക്ക് ഏത് മാനദണ്ഡം കൊണ്ടാണ് ഈ പരോൾ അല്ലെങ്കിൽ ഈ പ്രതികളെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള അവസരം സർക്കാർ
ഇത് കൊടുത്തത്. ജയിൽ സൂപ്രണ്ടിന്റെ രീതി വെച്ച് നിയമസഭയെ ഈ മറുപടി പ്രസംഗത്തിന് വേണ്ടി കെ രമ ഉന്നയിച്ചു. അതേ കണക്ക് തന്നെ പ്രതിപക്ഷവും ഇതിന് പൂർണ്ണമായിട്ട് സ്പീക്കർ തെള്ളിയിട്ട് ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ വെലിയാടാക്കുന്ന ഉദ്യോഗസ്ഥനെ ജയിൽ സൂപ്രണ്ടിനെയൊക്കെ വെലിയാടാക്കുമല്ലേ? അരിയാഹാരം കഴിക്കുന്ന ആർക്ക് വേണമെങ്കിലും അറിഞ്ഞുകൂടായോ? ഇത് സർക്കാരിന്റെ മെയിൻ നിർദ്ദേശമാണ്. പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ഒരു കേസ് കെട്ടാണ്. പുള്ളിക്കാരൻ ഭരിക്കുന്ന സമയത്ത് ഈ പ്രതികളെല്ലാം രക്ഷപ്പെടണമെന്ന് പുള്ളി നേരത്തെ ആസൂത്രണമായി പ്ലാൻ ചെയ്തതാണ്. ഇത് സർക്കാരിനാണ് പൂർണ്ണ പക്ഷേ ശ്രീ രവീന്ദ്രൻപിള്ള, അങ്ങനെ ഒരു ആളുകളെ അങ്ങനെ ശിക്ഷ ഇളവ് നൽകി വെറുതെ വിടുകയെന്നൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, ഈ സർക്കാരിന്റെ 1-2 സർക്കാരിന്റെ കാലത്ത് അങ്ങനെ പ്രത്യേക ശിക്ഷ ഇളവ് നൽകി പ്രതികളെ ആരെയും വിട്ടിട്ടുമില്ല. ഒന്ന് സർക്കാരിന്റെ കാലത്ത് അങ്ങനെ വരുമ്പോൾ അത് നടക്കത്തില്ലെന്ന് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ട്. ഇത് ഈ 2 ശിക്ഷയാണ് ഇവർക്ക്. ഇതുവരെ 20 വർഷം ഇവർക്ക് ശിക്ഷ അനുഭവിച്ചേ പറ്റത്തോളൂ. ഇത് സർക്കാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുണ്ട്. എരുമേലിയിൽ നിന്നും അൽത്താഫാണ്. ശ്രീ അൽത്താഫ്, താങ്കൾ ഈ വിഷയമൊക്കെ അറിയുമല്ലോ, താങ്കൾക്ക് പറയാം. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം കൊല്ലപ്പെട്ടിരിക്കുന്ന TP ചന്ദ്രശേഖരനായാലും ഏത് കൊലപാതകമാണെങ്കിലും ഏത് രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും അത് ഒരേ സ്വരത്തിൽ നമ്മൾ തള്ളിപ്പറയണം. പക്ഷെ ഇവിടെ TP ചന്ദ്രശേഖരന്റെ കൊല ഒരു രീതിയിലും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. അത് അങ്ങേയറ്റം രാഷ്ട്രീയ പാതകം തന്നെയാണ്. പക്ഷേ CPMന്റെ ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പല മാധ്യമങ്ങളും ഇപ്പോഴത് വീണ്ടും ചർച്ചയാക്കുന്നത്, അത് പാർട്ടിക്ക് അതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനോട് ഞാൻ അതിനകത്തൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇപ്പം പ്രതികളെ രക്ഷിക്കാനായിട്ട് ഒരു നീക്കം നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് പ്രതികളെ രക്ഷിക്കാനായിട്ടുള്ള നീക്കമാണോ അല്ലയോ എന്നുള്ള അവരെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പാർട്ടി ഒന്നാമതെ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമുള്ള ഒരു നീക്കങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു വേണം. ഇത് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. ഇതിപ്പോ CPM പാർട്ടി അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കും. നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആർക്ക് വേണമെങ്കിലും തോന്നാം ഇത് TP ചന്ദ്രശേഖരന്റെ പ്രതികളെ ഇളവ് ചെയ്ത് വെറുതെ വിടാനാണെന്ന് നമുക്ക് തോന്നാം. നമുക്കത് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ മാധ്യമങ്ങൾ TP ചന്ദ്രശേഖരന്റെ പ്രതികളെ മാത്രം അത് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ഈ വിഷയത്തിൽ ഏത് തരത്തിൽ ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നാലും അത് സ്വാഭാവികമായും CPMന്റെയും സർക്കാരിന്റെയും നേർക്ക് തന്നെ വരും. അപ്പോൾ ആ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം കൂടി സർക്കാരിനുണ്ട് എന്നതുകൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കൊന്നു. അതിനകത്ത് നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരു കൊലപാതകി ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു നേതാവിന്റെ കൂടെ ഒരു ഫോട്ടോ അദ്ദേഹം ഇല്ലാത്തതുണ്ടോ? എല്ലാത്തിലും ഉണ്ട്. അതും ഒരു കൊലപാതകമാണ്. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒരേ സ്വരത്തിൽ നമുക്ക് തള്ളിപ്പറയാൻ. ശരി, ഓക്കെ. എന്തായാലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ പൂർണ്ണമായും തള്ളിപ്പറയേണ്ടത് തന്നെയാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. സിനോയ് ആണ് വർക്കലയിൽ നിന്നും. ശ്രീ സിനോയ്, ഈ TP ചന്ദ്രശേഖരൻ കൊലപാതകം നടന്നിട്ട് 2012 മെയ് 4 നടന്നതാണ്. ഇപ്പോഴും വിവിധ വിഷയങ്ങൾ ആ കേസിനെ സംബന്ധിച്ച് CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? പ്രതിരോധത്തിലാക്കുന്നതിനെക്കാട്ടി ഉപരി ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ എഗൻസ്റ്റ് ഭരണാധികാരികൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണം ചെയ്യുന്നവര് അവസാനം ഭരണാധികാരം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ തലയിലാക്കി കൊടുക്കുന്ന ഒരു പ്രവണതയാണോ എന്നുള്ളത് ബഹുഭൂരിപക്ഷം ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഞാനും ഇവിടെ ചിന്തിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഭരണം ചെയ്യുന്നവർ ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റ് ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന ഒരു പ്രവണതയാണോ ഇതെന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അങ്ങനെ ഭരിക്കുന്നവർ പറയുന്നതെല്ലാം ഉദ്യോഗസ്ഥർ കേൾക്കാനിരുന്നാൽ അവർക്ക് ഇങ്ങനെ വരും എന്നൊരു സന്ദേശം കൂടി ആയിക്കൂടെ? അല്ല, അത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, എതിർക്കാനും സാധിക്കത്തില്ല. ഭരണം ചെയ്യുന്ന ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ആൾക്കാരുകളല്ലേ ഭരിക്കുന്നത്. എതിർക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല ഉറപ്പുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരിനി ആര് പറഞ്ഞാലും നിയമം വിട്ടൊന്നും ചെയ്യാത്ത ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ആകുമ്പോ ട്രാൻസ്ഫർ മാറ്റിയിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ഒരുപാട് അല്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് വേറെ ഗതിയില്ലാത്തതുകൊണ്ട് കേട്ടതാണ് എന്നൊന്നും ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതിൽ അർത്ഥമില്ല. കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാനൂടെ കഴിയണം. അല്ല, അത് ശരിയാണ്, ആ പറഞ്ഞ വാദത്തിൽ സമ്മതിക്കുന്നത്. എന്നാലിപ്പോ അങ്ങനെ ഒരു സംശയം ഉണ്ട്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ വാസ്തവമാണ്. അങ്ങനെ സംശയം സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാവും. ഈ ഉദ്യോഗസ്ഥർ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണോ, മറ്റാരെങ്കിലും താല്പര്യത്തിന് വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഉഞ്ചിയത്ത് നിന്നാണ് വിജീഷ്. ഉഞ്ചിയത്ത് നിന്നുള്ള വ്യക്തിയാകുമ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ TP ചന്ദ്രശേഖരൻ കൊലപാതകം കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി. പക്ഷേ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് CPMനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ വേട്ടയാടുന്ന പിന്തുടരുന്ന അവസ്ഥയിലേക്ക് അത് നിൽക്കുകയാണോ?
ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഇത് TP കേസ് പിന്നെ ഈ ഇവർ പുറത്തു വിടാനുള്ള സർക്കാർ എന്താ പറയണ്ടേ, ഹൈക്കോടതി വിധി പോലും അവർക്ക് ഒന്നുമല്ല. അവർക്കറിയാം TP കേസിലെ പ്രതികളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന്. എന്നിട്ടും അവര് എന്താ പറയണ്ടേ, ഈ ക്രിമിനലുകൾക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഇത് കൊടുക്കുകയാണ്, ആശ്വാസം കൊടുക്കുകയാണ്. പക്ഷെ എന്നാലും പിന്നെ ഈ ക്രിമിനലുകളെ, കൊടും ക്രിമിനലുകളെ ഇപ്പോഴും എത്രയാണ് അവർക്ക് പരോൾ കൊടുക്കുന്നത്? മറ്റു ക്രിമിനലുകൾക്ക് കൊടുക്കാത്ത പരോൾ പോലും അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ പാർട്ടി തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ മേലെ പഴിചാരുകയാണ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരുടെ മേലെ പഴിചാരിയിട്ട് അവർ രക്ഷപ്പെടുകയാണ്. ശരിക്കും ഇത് പാർട്ടി കളിക്കുന്ന കളിയാണ്. ഇതില് മുഖ്യമന്ത്രിയുടെ കളികളുണ്ട്, അതിൽ ഒരു സംശയവുമില്ല. ഇത് പാർട്ടിയുടെ കളിയാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാക്കാണ്. നമ്മൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ ഉദ്യോഗസ്ഥരും പ്രത്യേകം ഇത് ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാണ്. ഏത് പാർട്ടി ഭരിച്ചാലും നിയമം വിട്ടുള്ള വിഷയങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ കൂടി ഉദ്യോഗസ്ഥർ, അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവാം എന്നതുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സെയ്ദ് ആണ് പത്തനംതിട്ടയിൽ നിന്നും. താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അതായത് കോടതി വിധി പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ഇരിക്കുന്ന പ്രതികള് പിണറായി വിജയന് പറഞ്ഞ അവിടെ തുറന്നു വിടാനൊക്കുവോ? അതിന് നിയമങ്ങളും കാര്യങ്ങളും കോടതി ഇടപെടലുകളും അതിന് കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉള്ള രാജ്യത്ത്, നിയമം അതിന്റെ വഴിക്ക് പോകുന്ന ഒരു രാജ്യത്ത് അല്ലെ ഒരു സംസ്ഥാനത്ത് ഈ പറയുന്നത് പോലെ എങ്ങനെ കളിച്ചാലും കറങ്ങി വരുമ്പോഴത്തേക്ക് അത് പിണറായി വിജയനെ അടിക്കാനുള്ള വഴി. ടി പി മാത്രമാണ് ഇവിടെ രാഷ്ട്രീയമായിട്ട് മരണപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എത്ര പേര് എല്ലാ പാർട്ടികളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ വൈര്യം കൊണ്ട് കൊലപാതകങ്ങൾ നടത്തി മൃഗീയമായിട്ടും ക്രൂരമായിട്ടും കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. TP-യെ വെച്ച് UDF രാഷ്ട്രീയം കളിക്കുന്നു. 13 വർഷമായിട്ട് സാറ് തന്നെ പറയുന്നു. CPM-നെ വേട്ടയാടാൻ അങ്ങനെയാണ് CPM-ന് പറയാൻ എത്രയോ രക്തസാക്ഷികളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ TP എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പറയുന്ന പോലെ UDF-ന് അതൊരായി അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിയമത്തിന് വഴിക്ക് പോകും. എന്താണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാർ കൂടി ചേരുന്നുണ്ടോ? ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേസിൽ ഇങ്ങനെ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, സർക്കാരിന്റെ ഒരു ഇടപെടൽ അതിൽ ഉണ്ടോ? അതോ അല്ലെങ്കിൽ സർക്കാർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണോ? അതോ ഇനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ? എന്താണ്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഇതിപ്പോ നമ്മൾ 8-10 ദിവസമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. രമ മേഡം മെനങ്ങാന്ന 4-ാണ് അവിടെ നിയമസഭയിൽ ഇതിനെപ്പറ്റി ചോദിച്ചത്. നിയമസഭയിൽ ഇതുണ്ടായിരുന്നു. ഇന്നാണ് സസ്പെൻഷൻ ഒക്കെ വന്നത്. ഇന്നാണ് സസ്പെൻഷൻ വന്നത്. രമ ആദ്യം ചോദിച്ചത് മെനങ്ങാന്നോ ഇന്നലെ കൊണ്ടാണ് അവിടെ അടിയന്തര പ്രമേയത്തിന് വന്നതും അനുമതി കിട്ടിയില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് ആണ് ഇവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അഭ്യൂഹമാണെന്ന് സ്പീക്കർ പറഞ്ഞത്. പിന്നെ രാഖിരാമാൻ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്? എന്തെങ്കിലും അവരില്ലാന്ന് പറഞ്ഞെടുത്ത് പിന്നെ എങ്ങനെയാണ് ഇവരെ സസ്പെൻഡ് ചെയ്യണത്? പിന്നെ ഒരു കേസെന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് അടുത്ത ഉടൻ തന്നെ പ്രമോഷനോടുകൂടി ഇവരെ തിരിച്ചെടുക്കും. ഈ ആഭ്യന്തര സെക്രട്ടറി 30/6 ലെറ്റർ കൊടുത്തു എന്നാണ് ഒരു മന്ത്രി, വകുപ്പ് മന്ത്രി സഭയിൽ പറഞ്ഞത്. ഞാൻ ആലോചിച്ച് നോക്കി വേണ്ടി പറയേണ്ടതാണ്, പോട്ട് തെറ്റിപ്പോയി. 3/6 മാറ്റി. ആ 3/6 കൊടുത്തേക്ക് പിന്നെ ഇന്നലെയും കൂടെ എന്തിനാണ് രമ മാഡത്തിനെ സമീപിച്ചത്? ഒരാഴ്ച കൊണ്ട് പലരും ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് കാരണത്താലാണ് ഇങ്ങനെ? ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് ഒരു വിലയില്ലേ? സർക്കാരിനൊരു അപ്പൊ ഇത് കംപ്ലീറ്റ് സർക്കാർ കള്ളത്തരം പറയല്ലേ? 30-ാം തീയതി ആഭ്യന്തര സെക്രട്ടറി കൊടുത്തേക്ക് അതിന്റെ മുകളിൽ ആരാണ് ഉള്ളത്? പിന്നെ ഉള്ളത് മുഖ്യമന്ത്രിയല്ലേ? പിന്നെ താഴെക്കട ഒരു വേറും കളിപ്പീരാണ് സർക്കാർ കാണിക്കുന്നത്. ശരി, വ്യക്തമാണ്. നമുക്ക് മംഗലാപുരത്ത് നിന്നും ശ്രീ സ്വാമിനാഥൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സ്വാമിനാഥൻ, ഈ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ, ആ വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒക്കെ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ പ്രതിരോധത്തിലാവുന്നത് CPM-ഉം അല്ലെങ്കിൽ സർക്കാരുള്ള സമയത്താണെങ്കിൽ LDF സർക്കാരുള്ള സമയത്താണെങ്കിൽ സർക്കാരും കൂടിയാണ്. ഇപ്പോഴും അത്തരത്തിൽ ചില വിഷയങ്ങൾ വരുന്നു. ഇന്നടക്കം അത് വന്നിരിക്കുന്നു. ജയിലിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ മംഗലാപുരത്താണ് വിളിക്കുന്നത്. എവിടുന്നാണ്? മംഗലാപുരം. ഓക്കെ, ശരി, പറഞ്ഞോളൂ.
അത് വെച്ചാല് ഇവര് കളിക്കുന്ന കളിയാണ് സാർ. പറഞ്ഞോളൂ. ഇവര് കളിക്കുന്ന കളിയാണ്. വെച്ചാല് ഇയാളെ കൊന്നിട്ട് ഇത്ര വർഷമായി, പിന്നെ എന്തിനാ ഇവര് ഇങ്ങനെ അവര് പുറത്തു വിടുന്നത്, പുറത്തുവിടാൻ നോക്കുന്നത്? ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. വിജയനാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിങ്ങനെ നിരന്തരം ഈ വിഷയം വരുന്നു, പലപ്പോഴും CPM അതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു, കെട്ടിച്ചമച്ചാണെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചില ആരോപണങ്ങൾ ചിലപ്പോൾ ശരിയാവാം, ചിലത് തെറ്റാവാം, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിരന്തരം ഇത് CPM-നെ പിന്തുടരുകയാണോ? സാറേ, ഇത് സത്യം എത്ര മൂടി വെച്ചാലും ഇത് പുറത്തു വരും. കാരണം ഇവരെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇവരുടെ കുടുംബം സഹായിക്കാവുന്നോ, ഇവരെ സഹായിക്കാവുന്നോ, ഇന്ന എത്ര നാൾ കഴിയുമ്പോൾ നിങ്ങളെ വെളിയിൽ വിടാവുന്നൊക്കെ ഉള്ള ഓഫർ കൊടുത്തതായിരിക്കും ഇവരെ കൊണ്ട് ഈ പ്രവർത്തികൾ ചെയ്യിച്ചത്. അതിപ്പോ എന്ന് പറയുന്നത് സത്യം വെളിച്ചത്ത് വരുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇവരിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ വെളിച്ചത്ത് വരുമെന്ന് സർക്കാരിന്, ഈ പാർട്ടിക്ക് ഭയമുണ്ട്. അതിനാണ് ഇവരെ ജയിലിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാനും ഒക്കെ ഈ സർക്കാർ തയ്യാറാകുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ബലിയാടാകുന്നുള്ളൂ. അതാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. അതെ, TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് ഇപ്പോഴും CPM-നെ വിടാതെ പിന്തുടരുന്നോ? ഇതാണ് വിഷയം. അത് സാർ അനുഭവത്തിൽ ഒരു പഠിക്കില്ല സാർ. വടകര മണ്ഡലം എന്റെ പ്രദേശമാണ്. അത് ഇടതുപക്ഷത്തിന്റെ കുത്തക സീറ്റാണ്. അത് നഷ്ടപ്പെട്ട TP-യുടെ മുഖമാണ് സാർ. 51 വെട്ടിയ ചോര ചിതറിയ മുഖമാണത്. അതിന് യാതൊരു മാറ്റവുമില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. അതാണ് CPM-ന്റെ നാശമടിച്ചിരിക്കുന്നു. കാരണം അവർ പഠിക്കുന്നില്ല. വടകര ഇടതുപക്ഷ കുത്തക മണ്ഡലമാണ്. പക്ഷെ വോട്ട് ചെയ്യുന്നത് TP-യുടെ മുഖം. പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ വോട്ടറുടെ മനസ്സിൽ തെളിയുന്നത് TP-യുടെ മുഖം, TP-യുടെ അമ്മ. വടകര ഒരു ടീച്ചർ അമ്മയുണ്ടെങ്കിൽ അത് TP-യുടെ അമ്മയാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. നമുക്ക് കോന്നിയിൽ നിന്നും ശ്രീ ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാബു, താങ്കൾ ഈ വിഷയം താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. പല ഘട്ടത്തിലായി CPM-ന് നേരെ ഇത്തരം വിഷയം, TP ചന്ദ്രശേഖരൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രതികൾക്ക് ഇളവ് അനുവദിക്കുന്നത്, പ്രതികൾക്ക് ജയിലിൽ സൗകര്യം നൽകുന്നത്, അവരുടെ വിവാഹത്തിന് നേതാക്കൾ തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന, അങ്ങനെ പലമാതിരി വിഷയങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇളവ് അനുവദിക്കാൻ വേണ്ടിയുള്ള നീക്കവും ആ ഉദ്യോഗസ്ഥർക്കുള്ള സസ്പെൻഷനുമാണ് വിഷയമായിരിക്കുന്നത്. വിടാതെ പിന്തുടരുകയാണോ CPM-നെ ഈ കേസ്? ഇത് പിന്തുടർന്നല്ല, ഇത് സത്യം വിളിച്ചു പറയുകയാണ്. സത്യമാണ് ഈ സംഭവം. ഈ സംഭവം നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരുന്ന, അരിയാകാരം കഴിച്ച ഏത് മനുഷ്യനും അറിയാം ഇത് പിണറായിയും മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്ത അരുംകൊലയാണെന്നുള്ളത്. അതിപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവരെ രക്ഷപ്പെടുത്തണം. അതാണ് ഇവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പൊ അതിനു വേണ്ടി അവർ ശ്രമിച്ചു നോക്കിയതാണ്. നടക്കുമെന്ന് നോക്കി, നടന്നില്ല. അത്രേ ഉള്ളൂ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു കൂടി ചേരുന്നുണ്ട്. ശ്രീ ദീപു, TP ചന്ദ്രശേഖരൻ കൊലപാതകം കഴിഞ്ഞിട്ട് 13 വർഷത്തോളമാകുന്നു. ഇപ്പോഴും വിടാതെ പിന്തുടരുകയാണോ വിവാദങ്ങൾ CPM-ന് നേരെ? നമ്മളിത് ഈ വിഷയം എടുക്കുന്നത് തന്നെ അതുമായി അനുബന്ധിച്ച് വന്ന വിഷയം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രതികളെ പുറത്തു വിടാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്നു എന്നുള്ള ആരോപണത്തിന്റെ പുറത്താണ് ഇത് നടക്കുന്നത്. അത് തന്നെ എത്ര ബാലിശമാണെന്ന് നമ്മൾ വ്യക്തമാക്കി പറഞ്ഞു. ആ പിന്നെ ഉദ്യോഗസ്ഥൻ, ജയിലിലുള്ള ഉദ്യോഗസ്ഥന്റെ അടുത്ത് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. ആ ഉദ്യോഗസ്ഥന്റെ അടുത്ത് വാങ്ങി അതിനെ നോക്കി അയാൾക്കെതിരെ നടപടിയെടുത്തു. ഇതിലും സുതാര്യമായി വേറെന്താ ചെയ്യാൻ കഴിയുക? ഇത് പിണറായി വിളിച്ച് നേരിട്ട് എന്നാ അവരങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞാൽ വിട്ടാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നറിയാം. അത് പ്രതികൾക്ക് അറിഞ്ഞൂടെ? ഇനി പ്രതികളെ ഞങ്ങൾ ഇതാ രക്ഷിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ TP കേസ് CPM-നെ വേട്ടയാടുന്നുണ്ടോ എന്ന്. അത് കഴിഞ്ഞിട്ട് എത്ര തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നു? ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ പോയി? ജനങ്ങളും സർക്കാരും എല്ലാവരും CPM-ഉം എല്ലാം ഒരുമിച്ച് നിന്നിട്ടല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും വടകരയിലെ അവസ്ഥ അറിയാമല്ലോ. KK രമ MLA ആയി വടകരയിൽ ഇപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. CPM-ന്റെ നെടുങ്കോട്ടയായിരുന്നു അത്. ശരി, നിങ്ങൾ ഏത് ഉരുക്കു കോട്ട അവിടെ വെച്ച് കഴിഞ്ഞാലും വടകരയിലെ ആ ഭാഗത്തുള്ള മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് ഈ കേസ് കഴിഞ്ഞിട്ടല്ലേ അവിടെയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ TP തെറ്റായിരുന്നു, CPM-ന്റെ വേട്ടയാടൽ തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചർച്ച നടത്തുമോ? ഇല്ലല്ലോ. ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നും ഈ CPM-നെ വേട്ടയാടുന്നോ ചോദിക്കത്തില്ലേ? ഈ TP കേസിൽ രമയുടെ നിലപാട് എന്താണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ട്? ഐ മീൻ അതുമായി ബന്ധപ്പെട്ട് വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്ന്
ശ്രീ ദീപു ഒരു കാര്യം പറഞ്ഞോട്ടെ, താങ്കൾക്ക് അല്ല താങ്കൾക്ക് ആവശ്യം പോലെ സമയം കിട്ടിയ ശേഷമാണ് പറയുന്നത്. താങ്കൾ രമയുടെ നിലപാട് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയുടെ നിലപാടിനെ കുറിച്ച് അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രാഷ്ട്രീയമാണ് പറയുന്നത്. ഞാൻ RMP എന്ന പാർട്ടിയുടെ നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് എന്തിനാണ് എപ്പോഴും അതൊരു വേറെ രീതിയിൽ കൊണ്ടുപോലെ? ഇതാണ് നിങ്ങൾ മാധ്യമങ്ങൾ അവരെ വേറൊരു രീതി കൊണ്ടുപോലെ. വലതുപക്ഷത്തിനെതിരെ എന്നും വലതുപക്ഷത്തിനെതിരെ മാത്രമല്ല ദീപു, ഇത് ഏത് പക്ഷമായാലും ചില കേസുകളിൽ കേരള മനസാക്ഷിക്ക് ചില കേസുകളിൽ ചില നിലപാടുകളുണ്ട്. ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. വലതുപക്ഷത്തിനെതിരെ എന്നും ഞങ്ങളാണ് തീവ്ര ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഇടതുപക്ഷ നിലപാടിൽ ഊന്നി നിന്നിട്ടുള്ള ആളാണ് TP ചന്ദ്രശേഖരൻ. അദ്ദേഹം മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ഏത് വലതുപക്ഷത്തിന്റെ അങ്ങനെ ഒറ്റയ്ക്കാണ് നിന്നിരുന്നത്. ആ ഒറ്റയ്ക്ക് നിന്നിരുന്ന അദ്ദേഹത്തിന്റെ ആശയ അധിഷ്ഠാനങ്ങളെ മുഴുവൻ ബലി കഴിച്ചുകൊണ്ട് ഈ പറയുന്ന ഇവര് തന്നെ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്, എറിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ വീന്തള്ളത്തിൽ ബിനു നടന്നിട്ടുണ്ട്, നാദാപുരത്ത് തൊട്ടടുത്ത മണ്ഡലത്തില്. അതെല്ലാം ഇവര് കണ്ടുകൊണ്ടിരിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ആരൊക്കെയാണ്? അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളവരോടൊപ്പം കൂടെ ഇരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ നിലപാടിനെ എന്താ പറയുക? അതിന് നിലപാട് എന്നൊന്നുമില്ല ആ കാര്യത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഏതാളിനെ പരിശോധിച്ചാലും അറിയാം. ഈ KK രമയെ സംബന്ധിച്ച് KK രമ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ആരാണ്? KK രമ അവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടി കിട്ടാതെ KK രമയ്ക്ക് ജയിക്കാൻ കഴിയുമോ? അവിടുത്തെ ഇടതുപക്ഷക്കാർ അത്തരം നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടല്ലേ അവിടെ KK രമ വലതുപക്ഷത്തിനൊപ്പം പോവാതെ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് പരാജയപ്പെടണമെന്നായിരുന്നോ താങ്കൾ? അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് വരില്ല. അത് തന്നെയാണ് എല്ലാ കാലത്തും അത് തന്നെയാണ്. എത്രയോ പേരെ കോൺഗ്രസ്സുകാർ കൊന്നു. ഇവര് കൂടെ UDF അങ്ങനെ കോൺഗ്രസ്സുകാരെ കൊന്നതും CPM-കാരെ കൊന്നില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മറവിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിട്ടുള്ള RMPയെ സംബന്ധിച്ചിടത്തോളം മറ്റ് UDF-ഉം BJP-യും ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾക്കൊന്നും ഇവർക്ക് മറുപടിയില്ല അല്ലേ? അതിന് നിങ്ങളെ പറ്റി ചർച്ച ചെയ്യാനില്ല. അവരെ സംബന്ധിച്ച് നിങ്ങൾക്കും എനിക്കും അറിയാം. നിങ്ങൾ ന്യായീകരണം എത്ര പറഞ്ഞാലും അത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ബോധ്യപ്പെടുന്ന കാര്യമാണ്, മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്നതാണ്. മാത്രമാണ്, അല്ലാതെ ജനങ്ങളല്ല. മാധ്യമങ്ങൾ മാത്രമാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ വ്യതിയാന നിലപാടിനെതിരെ പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശരി, ഓക്കെ. നിങ്ങൾ കൊണ്ടുപോകാം. ശരി, ഓക്കെ. എന്തായാലും ദീപുവിന്റെ അഭിപ്രായം അങ്ങനെ മാധ്യമങ്ങളുടെ ചങ്കൂറ്റത്തെ കുറിച്ചൊക്കെയാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പലതവണ ഈ വിഷയത്തെക്കുറിച്ച് വിധി എഴുതിയത് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. മാധ്യമങ്ങളുടെ ചങ്കൂറ്റോ ഇല്ലായ്മയോ ഒന്നുമല്ല ഇതിനകത്ത് വിഷയം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, ഇപ്പോഴും ഇന്നും ജയിൽ ഉദ്യോഗസ്ഥർ 3 പേർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു. അപ്പോഴും ആരോപണം സർക്കാരിന് നേരെ ഉയരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, കേരളത്തിൽ ഒറ്റയൊരു പൊളിറ്റിക്കൽ കൊലപാതകം നടന്നിട്ടുള്ളൂ. അത് TP ചന്ദ്രശേഖരന്റെ വധമാണ്. ബാക്കി ആരും ഒരു പാർട്ടിയും കൊന്നിട്ടില്ല, ഒരാളെയും കൊന്നിട്ടില്ല. അതുകൊണ്ട് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്തിയ ആൾക്കാരെ എല്ലാം കുരിച്ചു നിർത്തി തല വെട്ടി കളയണം. അപ്പൊ രമയ്ക്കും നമ്മുടെ VD സതീശനും ഒക്കെ സന്തോഷമാവും. ഇതിവരെ 4 ദിവസമായിട്ട് ഈ TV-യിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ പണിയൊന്നുമില്ല. ശ്രീ രാജൻ, ഈ വിവാദം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായല്ലോ. ഇന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ വരുന്നത്. ഇന്ന് സബ്മിഷൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് വരുന്നത്. സ്വാഭാവികമായും അത്തരം വിഷയം ചർച്ച ചെയ്യില്ലേ? സാറേ, ഞാനോടൊന്ന് പറഞ്ഞോട്ടെ. അഭിമന്യുവിന്റെ കൊലപാതകം നടത്തി SDPA-ക്കാരെ പിടിച്ചോ? ഇല്ല. ഇടുക്കിയിലെ ചെറുക്കനെ കൊന്നതിന്റെ പിടിച്ചോ? ഇല്ല. എന്തിനേറെ കുഞ്ഞാലിയെ കൊന്ന ആൾക്കാരെ പോലും പിടിച്ചിട്ടില്ല ഇതുവരെ. ഏതാ കോൺഗ്രസ് അറിയാം കുഞ്ഞാലിയുടെ കഥയൊക്കെ. TP ചന്ദ്രശേഖരൻ വലിയ പനവാടിക്കാതുമുണ്ട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. സജിത്താണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ സജിത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് ഇവിടെ നമ്മൾ ഒട്ടനവധി പേരെ കൊല്ലുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മളുടെ സാറേ, ഇത് ഒട്ടനവധി പേരെ കൊന്നിട്ടുള്ളതാണ്. അത് CPM ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഒരുപാട് പേരെ കൊല്ലുകയും കൊന്നവർക്ക് അതിൻ്റെതാകുന്ന നിയമപരിരക്ഷ കിട്ടുകയും എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് പല ഘട്ടത്തിൽ. താങ്കളെ TV ഓഫ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ, അതുകൊണ്ടാണ് കൃത്യമായി സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ തോമാച്ചൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ തോമാച്ചൻ, താങ്കൾക്ക് അഭിപ്രായം പറയാം വേഗത്തിൽ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഇവിടെ ഞാൻ സംശയിക്കുന്ന ഇപ്പോഴും ഇതിലെ പ്രതികളെ CPM-ന്റെ നേതാക്കൾ ഭയപ്പെടുന്നുണ്ടെന്നാ. മനസ്സിലായോ സാറേ? മനസ്സിലായി, താങ്കൾ പറഞ്ഞോളൂ. CPM-ന്റെ നേതാക്കൾ ഇവരിൽ നിന്ന് പലതും പുറത്തേക്ക് വരുമെന്ന് ഇപ്പോഴും ഭയപ്പെടുന്നു. ശരി, ഓക്കെ. എന്തായാലും ഈ വിഷയത്തിൽ കേൾക്കുന്നുണ്ട്. ഇനി പറയാനുണ്ടോ?
രക്ഷിക്കുകയോ അല്ലെ ഇവരെ രക്ഷപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ ഇവരിൽ നിന്ന് ഇനിയും പലതും പുറത്തു വരുമെന്ന് അവർ സംശയിക്കുന്നു. ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള പ്രമുഖ നേതാക്കൾ അതാണ് ഇവരെ സംരക്ഷിക്കാൻ വെമ്പൽ കാട്ടുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് CPM എല്ലാ കാലത്തും വേട്ടയാടും എന്ന് പറഞ്ഞവരും, ഇത് ബോധപൂർവം വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞവരും, അതല്ല സർക്കാർ കൃത്യമായ നടപടി ഈ വിഷയത്തിൽ എടുത്തു എന്നതും, അതല്ല സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. എന്തായാലും പൊതുവായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.